സുമാർ നമ്മുടെ നാടിനെയും ഈ ഒരു അമ്പലത്തിനെയും പറ്റി പറഞ്ഞ വാക്കുകളാണ് ഒരുപാട് പേരുടെ. എന്ന് വെച്ചാൽ എല്ലാവരുടെ ഫേസ്ബുക്ക് പേജും എല്ലാം അതാണ് നിൽക്കുന്നത്. എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിയാൻ മേത്തൊരു ആവേശത്തിലാണ് എല്ലാ അങ്ങേറ്റം അതാണ് ജിസോമാർ പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ശരിക്കുള്ള വ്യക്തികളാണ് പറഞ്ഞിരിക്കുന്നത്. ദേവരാജൻ മാസ്റ്ററുടെ വീടുണ്ട് പരവൂര്. ഞാനവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ഗാനമേള 2-3 പാട്ട് എനിക്ക് പാടാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ. പക്ഷെ അതിന് മുമ്പിൽ കുറ്റിങ്ങൽ ക്ഷേത്രമുണ്ട്. അവിടെ ഏപ്രിൽ 10-ാം തീയതി എൻ്റെ MG മ്യൂസിക് അക്കാഡമി തുടങ്ങുകയാണ് ആ മണ്ണിൽ. പേര് മാങ്കുളം രാജേഷ് എന്നാണ്. ഞാൻ നേരത്തെ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗമായിരുന്നു. നിലവിൽ 2015-14 വരെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗമായിരുന്നു. വളരെ വിപുലമായ ഒരു കമ്മിറ്റി ഉത്സവം തന്നെയാണ് ഇക്കുറി മീനമാസത്തിലെ മീനഭരണി മഹോത്സവം നടത്തുന്നത്. MG ശ്രീകുമാർ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ്റെ MG ശ്രീകുമാറിൻ്റെ ഒരു അക്കാദമി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുവാൻ പോകുന്നു. അതൊക്കെ ഈ പരവൂരിനെ സംബന്ധിച്ചിടത്തോളം, ഈ കൊച്ചു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പേരും പെരുമയും ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പുറ്റിങ്ങൽ ദേവി ക്ഷേത്രം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ്. ഒരു ദുരന്തമൊക്കെ ഉണ്ടായി എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ റിക്കവർ ആയിക്കൊണ്ട് ജനങ്ങൾ വളരെയേറെ സൗഹാർദ്ദത്തോടു കൂടി ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും മറ്റു കാര്യത്തിലെല്ലാം വളരെ സൗഹാർദ്ദത്തോടു കൂടി പങ്കെടുക്കുന്ന ഒരിടമായി പുറ്റിങ്ങൽ ദേവി ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ മുമ്പ് വന്നാൽ കരഞ്ഞിട്ട് പോകേണ്ടി വരത്തില്ല. എല്ലാവർക്കും ഉള്ളയും വിറ്റ് തീരും. രാവിലെ ഒരു 4:45 മണിയോടുകൂടി നമ്മളെ ധാര തുടങ്ങും. കരിക്ക് 500-ൽ കൂടുതൽ കരിക്ക്, പനനീര്, അരച്ച ചന്ദനം, കളഭം. ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടി. ഈ അമ്പലത്തിന്റെ മെയിൻ ആൾക്കാരാണ്, കമ്മിറ്റിക്കാരാണ്. അപ്പോൾ ഒട്ടും സമയമില്ല. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് പെട്ടെന്ന് നമ്മളെ ചാനലിന് വേണ്ടിയിട്ട് ഓടി വന്നതാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. എന്ന് പറയുന്നത് കേട്ടോ, നമുക്ക് നാളെ ഉത്സവമായിട്ട് ഇപ്പം നല്ല പൊങ്കാലയോട് കൂടി നാളെ തൊട്ട് ഇവിടെ നല്ല തിരക്കായിരിക്കും. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? നാളെ തൊട്ടല്ല, ഇന്നോട്ട് 2 ദിവസം മുമ്പേ തിരക്ക് തുടങ്ങി കഴിഞ്ഞു. ഇനിയിപ്പം നാളത്തെ രാവിലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കട്ടള കംപ്ലീറ്റ് അടക്കണം, ഒരുപാട് ജോലികളുണ്ട്. പേരെന്ന് പറയാം? ഞാൻ താക്കോൽക്കാരനാണ്. മുരളീധരൻ ആശാൻ. ഇവിടെ അടുത്തല്ലേ? അടുത്ത് തന്നെ. ഓക്കെ. പേരെന്ന് പറയാം? ഗംഗാധരൻ പിള്ള. പിന്നെ നാളെ തൊട്ട് ഇങ്ങോട്ട് നല്ല തിരക്കാണ്, അടിച്ചു പൊളിക്കണം. ഇത് പ്രസിഡന്റ് നമുക്ക് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ്. ഇവിടെ നാളെ രാവിലെ 7 മണിക്ക് തന്നെ പൊങ്കാല തുടങ്ങുന്നതാണ്. പൊങ്കാല നിവേദ്യം കഴിഞ്ഞ ഉടനെ തന്നെ മറ്റുള്ള പരിപാടികൾ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കലശം രാവിലെ, അതായത് പിന്നെ ഭസ്മം, കളഭം, പനനീര്, കരിക്ക്, പാല്, അങ്ങനെ ഒട്ടനവധി സാധനങ്ങളുണ്ട്. രാവിലെ 4:30 മണി മുതൽ അഭിഷേകമുണ്ട്. അഭിഷേകം വേണ്ട 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു അഭിഷേകമാണ് നാളെ രാവിലെ നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാലുടനെ പൊങ്കാലയ്ക്കുള്ള ദീപം തെളിയിക്കും. ദീപം തെളിയിച്ച് കഴിഞ്ഞാൽ പൊങ്കാല ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് പൊങ്കാല നിവേദ്യത്തിന് സമയമാവും. ആ നിവേദ്യം കഴിഞ്ഞ ഉടനെ മറ്റ് പരിപാടികളിലേക്ക് ആരംഭിക്കുന്നതാണ്. ജനത്തിരക്കിൻ്റെ വളരെ അധികം ജനത്തിരക്കായിരിക്കും നാളെ ഉള്ളത്. ഫയർ എഞ്ചിനും ഫയർഫോഴ്സിൻ്റെ 2 വണ്ടികളും ആംബുലൻസും എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം രാവിലെ തന്നെ സജ്ജമാകുന്നതാണ്. പിന്നെ ഇന്ന് രാവിലെ തൊട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ MG സുമാർ നമ്മുടെ നാടിനെയും ഈ ഒരു അമ്പലത്തിനെയും പറ്റി പറഞ്ഞ വാക്കുകളാണ് ഒരുപാട് പേരെന്ന് വെച്ചാൽ എല്ലാവരുടെ ഫേസ്ബുക്ക് പേജും എല്ലാം അതാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ തോന്നുമ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിയാൻ മേത്തൊരു ആവേശത്തിലാണ് എല്ലാ ജിസോമാർ പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ശരിക്കുള്ള വ്യക്തികളാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വെറും ഒരാൾ പറഞ്ഞതായിട്ടല്ല. അത് ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ മൊത്തം ഈ ദേശത്തിന്റെ തന്നെ ഒരു പാട്ടുകാരനാണ് അറിയപ്പെടുന്നത്. ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം ദേവരായ മാസ്റ്ററുടെ ജനന സ്ഥലമാണ് ഇത്. അപ്പം അവിടെ തന്നെ ഇത് വന്ന് അദ്ദേഹത്തിന് ഒരു സ്കൂൾ തുടങ്ങാനും, ഈ ക്ഷേത്രത്തിലാണ് ഒരു സംഗീത കച്ചേരിയുടെ സ്കൂൾ തുടങ്ങുന്നത്. അതിന്റെ ഉദ്ഘാടനവും ഈ ഗാനമേള അന്ന് തന്നെയാണ്. അങ്ങനെ ഒട്ടനവധി പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ് ഈ വർഷത്തെ. ഓക്കെ ചേട്ടാ എന്ന് പറയാം, നമ്മുടെ സെക്രട്ടറിയാണേ. വർഷത്തെ നാളത്തെ പൊങ്കാല എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു 5000 പേരെങ്കിലും പ്രതീക്ഷിക്കുകയാണ്. രാവിലെ 7 മണിക്ക് പണ്ടാരടുപ്പ് കത്തി കഴിഞ്ഞാൽ 9 മണിക്ക് മുമ്പ് ചൂട് കൂടുതലായതുകൊണ്ട് നേരത്തെ വെള്ളം നല്ല ചൂടാണ്. അപ്പോൾ കുടിവെള്ളം തന്നെ 10,000-3000 കുപ്പി കുടിവെള്ളം ആളുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഭാത ഭക്ഷണം തന്നെ ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപയ്ക്കുള്ള പ്രഭാത ഭക്ഷണമുണ്ട്. വരുന്നവർക്കെല്ലാം ആഹാരമുണ്ട്. എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്.
നല്ല രീതിയിൽ പോവും. നല്ല രീതിയിൽ ഉത്സവം നല്ല രീതിയിൽ നടക്കുന്നതിന് പൂർണ്ണ വിശ്വാസമുണ്ട്. പേരെന്ന് പറയാമോ? എൻ്റെ പേര് PS ജയലാൽ. ഓക്കെ, കമ്മിറ്റിയാണ്. ഈ കാണുന്ന കരിക്കൊക്കെ നാളത്തെ കലശത്തിൻ്റെയാണ് കേട്ടോ. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന. കരിക്ക് വന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല, കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓരോന്ന്. കണ്ടില്ലേ, ഒരു ആപ്പയ്ക്കകത്ത് നിറച്ച് കരിക്കുമായിട്ട് വന്ന് എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഒരു തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, എല്ലാവരും ഒന്നടങ്കം ഒരുമിച്ച് നിന്നാണ് ഈ ഒരു കരിക്ക് സെറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ എത്ര കരിക്കുണ്ടെന്ന് നോക്കിയാണ്. ഇവരെല്ലാവരും കൂടിയാണ് ഇത് ഇവിടെ പറക്കിയിട്ട് ഇത് ഇത്രയാക്കിയത്. കണ്ടില്ലേ, ഇങ്ങനെ കൊച്ചു പയ്യൻ, അവൻ 2 കരിക്ക് അവനെ കൊണ്ട് പറ്റുന്ന വീട്ട് ആ ഓടിപ്പോയി. കണ്ടില്ലേ, എല്ലാവരും ഒരുമിച്ച് നിന്ന് പറക്കിയിട്ട്. അത് ഒരു വണ്ടി നിറച്ചുണ്ടായിരുന്നു കേട്ടോ, ഒരു വലിയൊരു വണ്ടി. അതിൽ നിന്ന് ഫുള്ള് ഇപ്പം പറക്കി കൊണ്ടുവന്ന് തട്ടിയിടുക. ഇതിങ്ങനെ ചേട്ടന്മാരിങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചു നേരം നിന്ന് കണ്ട്. നല്ല ഫാസ്റ്റ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ 2 നാട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു കേൾക്കാം ഉത്സവത്തെ പറ്റി. നമസ്കാരം. അപ്പോൾ നമുക്ക് നാളെ ഇവിടെ പൊങ്കാലയോട് കൂടി ഉത്സവം തുടങ്ങുവാണ്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ഉത്സവം നാളെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പഴയകാല ഓർമ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലിരിക്കുന്ന ഇവിടെ ഉത്സവം ആകുമ്പോൾ മാത്രം കാണുന്ന അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? നമ്മളിങ്ങനെ 3-4 പേര് 7 പേര് ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കും. പിന്നെ ഉത്സവം കുറച്ചുകൂടെ ഒരു ഇതാവും. പിന്നെ എന്തെങ്കിലും പഴയ ഓർമ്മയോ അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ടുണ്ട്? നേരത്തെ ഇവിടെ നമ്മൾ ഈ ഉത്സവം വലിയ ആഘോഷമാണ് ഇവിടെ ഈ പ്രദേശത്ത്. ഓണം പോലെയാണ് ഉത്സവം. വിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ കൂടുതലും ഈ സമയത്താണ് ഇവിടെ വരുന്നത്. അത് ഞാനും കേട്ടിട്ടുണ്ട്. വിറ്റിങ്ങിൽ ഉത്സവം ഓണത്തിന്റെ ആൾക്കാർ ഈ ഇവിടെ ഉത്സവത്തിന് വിറ്റിങ്ങിൽ ഉത്സവത്തിനാണ് വരുന്നത്. പിന്നെ മാത്രമല്ല ഇത്തവണ MG ശ്രീകുമാർ വരുന്നുണ്ട്. ഭയങ്കരമായ നല്ല പ്രോഗ്രാം ഒക്കെ ഉണ്ട്. എല്ലാ ദിവസവും പ്രോഗ്രാം, നല്ല പ്രോഗ്രാം. അടിപൊളിയായിരിക്കും. ചേട്ടന്റെ പേരെങ്ങനെയാണ്? എന്റെ പേര് ലൈജു. ഇവിടെ ഉള്ള സ്ഥലം. ചേട്ടന്റെ പേര് സോമൻ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇപ്പൊ നിൽക്കുന്നിടത്ത് ഫുള്ള് ചുടുകട്ടയാണ്. കണ്ടില്ലേ, ഒരുപാട് ചുടുകട്ടയുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ സെക്ഷനിലും ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെ ഓരോ സെക്ഷനിലും ഇതേ കണക്ക് ചുടുകട്ട അടുക്കി വെച്ചിട്ടുണ്ട്. അത് അടുപ്പുകൾ ഓരോ സൈഡിലും ഇവിടെ നിന്ന് കട്ട പറക്കി ഈ സൈഡിൽ കൂട്ടും. അതേ കണക്ക് എല്ലാ സൈഡിലോട്ടും ചുടുകട്ട ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെന്ന് വെച്ചാൽ കണ്ടില്ലേ, കുട്ട, വട്ടി, അങ്ങനെ നമ്മുടെ നാടൻ കൈ കൊണ്ടുണ്ടാക്കുന്ന ഇങ്ങനത്തെ കുട്ട, വട്ടി, മുറം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഫിറ്റിങ്ങിൽ എപ്പോഴും ഉത്സവത്തിന് മെയിനായിട്ട് ഇങ്ങനെ ഈ ഒരു ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയൊക്കെ ആൾക്കാർ വരാറുണ്ട്.